സജ്ജനങ്ങളെ, ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴൻ്റെ മാറ്റത്തെ സംബന്ധിച്ചാണ്. ഈ വർഷത്തിലെ ജൂൺ മാസം 2-ാം തീയതി വെളുപ്പിന് വ്യാഴൻ മിഥുന രാശിയിൽ നിന്നും കർക്കിടക രാശിയിലോട്ട് മാറുന്നു. ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ, ജ്യോതിഷ വിഷയങ്ങളിൽ വ്യാഴന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് എല്ലാം പറയപ്പെടുന്നത്. വ്യാഴനെ ഗുരു എന്നാണ് പറയുക. ഗുരുസ്ഥാനീയനായിരിക്കുന്ന ആ വ്യാഴൻ്റെ ഗ്രഹസ്ഥിതിഗതികൾക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ വ്യാഴൻ്റെ സാന്നിധ്യം മറ്റെല്ലാ ഗ്രഹങ്ങളെക്കാൾ അതീതമായിട്ട് ദൈവിക വിഷയത്തെ പറയുന്നു. മറ്റെല്ലാ വിധത്തിലുള്ളതായ ഗ്രഹങ്ങളും അനുകൂലസ്ഥന്മാരാണെങ്കിലും വ്യാഴൻ പ്രതികൂലമാണെന്നുണ്ടെങ്കിൽ ഫലം പൂർണ്ണമല്ല എന്ന് ജ്യോതിഷ വിഷയങ്ങളിലെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ഈ വ്യാഴൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ആ മിഥുനൻ രാശിയിൽ നിന്നും ഈ വർഷം ജൂൺ മാസം 2-ാം തീയതി വെളുപ്പിന് കർക്കിടക രാശിയിലോട്ട് രാശിമാറ്റം സംഭവിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങളായിട്ടും എന്നാൽ മറ്റു ചില നക്ഷത്രങ്ങൾക്ക് അല്പം ദോഷമായിട്ടും വന്നേക്കാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഈ വർഷം വ്യാഴൻ്റെ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണം നക്ഷത്രത്തിന് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വ്യാഴൻ 6-ാമത് രാശിയിൽ, രാശിവശാൽ ചന്ദ്രരാശിവശാൽ വ്യാഴൻ 6-ാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നു. 6-ൽ വ്യാഴൻ സഞ്ചരിക്കുമ്പോൾ രോഗങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ, ആപത്തുകൾ, ദുരാപത്തുകൾ, പല വിധത്തിലുള്ളതായ മാനസിക വ്യഥകൾ, അപകടങ്ങൾ, അനർത്ഥങ്ങൾ, സാമ്പത്തികമായ നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങളും വന്നു ഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയകാല സ്ഥിതി ആയിരുന്നു. ഇപ്പോൾ അതിൽ നിന്നും ഒരു മാറ്റം, ദൈവകൃപയാൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ മറ്റ് നക്ഷത്രങ്ങൾക്കൊക്കെ ഗുണങ്ങളുണ്ടാവുമെങ്കിലും അതിലേറെയും ഗുണമുണ്ടാക്കുന്നത് ഈ വ്യാഴനാണ്, തിരുവോണ നക്ഷത്രത്തിനാണ്. ഈ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇനി മുതൽ അങ്ങോട്ടുള്ളതായ ഒരു വർഷക്കാലം ധനലാഭം, തൊഴിൽപരമാകുന്ന ഗുണങ്ങൾ, സാമ്പത്തികമാകുന്ന നേട്ടങ്ങൾ, ആരോഗ്യപരമാകുന്ന ഗുണങ്ങൾ, കൂടാതെ രോഗാദി കാര്യങ്ങളിൽ നിന്ന് മോചനം, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടി വിവാഹമോ അല്ലെങ്കിൽ മംഗളകാര്യങ്ങളുണ്ടാവും. ദമ്പതികൾ തമ്മിലുള്ളതായ പിണക്കങ്ങളോ പ്രശ്നങ്ങളോ തമ്മിൽ കലഹങ്ങളോ വിരോധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഈ സമയം, ഈ ഒരു വർഷക്കാലം ഉപകാരമാകും. മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരാനുള്ള സാധ്യത ഈ വ്യാഴൻ്റെ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് തിരുവോണ നക്ഷത്രത്തിനാണ്. അതുകൊണ്ട് തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ വരാൻ പോകുന്ന ഒരു വർഷം എല്ലാ വിധത്തിലും നല്ലതായ ഫലം വരാം. എന്നാൽ അതിനോടനുബന്ധമായിട്ട് നിൽക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം. ഈ ഉത്രാട നക്ഷത്രം 3/4 ഭാഗം മകരക്കൂറാണ്. മകരക്കൂറിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞതുപോലുള്ളതായ ഗുണങ്ങളും ഫലങ്ങളും പ്രതീക്ഷിക്കാം. മറ്റൊരു നക്ഷത്രം മകരക്കൂറിലുള്ളത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ പകുതി വരെയാണ് മകരക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാർക്കും മേൽ പറഞ്ഞതുപോലുള്ളതായ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. സാമ്പത്തികം, ആരോഗ്യം, ദാമ്പത്യം, കുടുംബപരമാകുന്ന കാര്യങ്ങൾ, വിവാഹ തടസ്സങ്ങൾ മാറി അനുകൂലമാകുന്ന ഫലങ്ങൾ വന്നു ചേരാനും എല്ലാത്തിനും ഏറ്റവും ഉത്തമമാകുന്ന ഒരു സമയമാണ് ഇനി വരുന്ന വ്യാഴൻ്റെ മാറ്റം. 2026 ജൂൺ മാസം 2-ാം തീയതി വെളുപ്പിന് വ്യാഴൻ മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിൽ വരും. അന്ന് തൊട്ട് ഒരു വർഷക്കാലം ഈ പറഞ്ഞതുപോലുള്ളതായ ഗുണങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. മറ്റ് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മേടക്കൂറിൽ വരുന്ന നക്ഷത്രം അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരുന്ന മേടക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വ്യാഴൻ 3-ാമത്തെ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. 3-ൽ സഞ്ചരിക്കുന്ന വ്യാഴൻ പല കാര്യങ്ങൾക്കും മുടക്കങ്ങളുണ്ടാക്കും, ദുരിതങ്ങൾക്ക് കാരണങ്ങൾ വരും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, സഹോദരാദികളുമായിട്ടൊക്കെ പിണക്കങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും. അവർക്കും ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും. 4-ലോട്ട് ഉച്ചരാശിയിലേക്ക് മാറുന്ന വ്യാഴൻ ഭവന നിർമ്മാണാദി കാര്യങ്ങൾ, മനസ്സന്തോഷകരമാകുന്ന കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ബന്ധുക്കളുമായുള്ള ചേർച്ചകൾ, സുഹൃത്തുക്കളുമായുള്ള നല്ല അനുഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഇതിനു മുമ്പുണ്ടായിരുന്ന വിഷമസ്ഥിതിഗതികളിൽ നിന്ന് മാറ്റങ്ങൾ വന്നു ചേരാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. മറ്റൊരു രാശിയായിരിക്കുന്നത് വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് അഷ്ടമത്തിൽ വ്യാഴൻ സഞ്ചരിക്കുന്ന സമയമാണ്. ഈ അഷ്ടമത്തിലെ വ്യാഴൻ സാമ്പത്തിക നഷ്ടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക വിഷമതകൾ, അങ്ങനെയുള്ള ദുരിതങ്ങളുടെയൊക്കെ ഒരു സമയകാല സ്ഥിതിയായിരുന്നു. അതിൽ നിന്നും ഈ വ്യാഴൻ്റെ മാറ്റം, ഇപ്പോൾ വരാൻ പോകുന്ന വ്യാഴൻ്റെ മാറ്റം, വ്യാഴൻ മിഥുന രാശിയിൽ നിന്ന് കർക്കിടക രാശിയിലോട്ട് മാറുമ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ഭാഗ്യരാശിയിലോട്ടാണ് വ്യാഴം മാറുന്നത്. ഭാഗ്യരാശിയിൽ എന്ന് പറയുമ്പോൾ 9-ാമത്തെ രാശി.
9-ലും തുടർന്ന് 10-ലും അതിൽ തുടർന്ന് 11-ലും സഞ്ചരിക്കുന്ന 3 വർഷക്കാലം വൃശ്ചികക്കൂറുകാർക്ക്, വൃശ്ചികക്കൂറിലുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ 1/4 ഭാഗവും അനിഴവും കേട്ടയും ചേരുന്ന 2.25, വിശാഖത്തിൻ്റെ 1/4 ഭാഗവും അനിഴവും കേട്ടയും ചേർന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചികക്കൂറ്. ഈ വൃശ്ചികക്കൂറുകാർക്കും ഈ വരുന്ന സമയം ഗുണം ചെയ്യും. അപ്പോൾ പൊതുവിലെ ഈ പ്രധാനമായിട്ടും തിരുവോണം നക്ഷത്രം അടങ്ങുന്ന മകരക്കൂറുകാർക്കും മേടക്കൂറിലുള്ളവർക്കും വൃശ്ചികക്കൂറിലുള്ളവർക്കും പിന്നെ ഒന്നുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വ്യാഴൻ 12-ാം രാശിയിൽ സഞ്ചരിക്കുന്ന കർക്കിടക കൂറുകാർക്കും, കർക്കിടക കൂറിൽ സഞ്ചരിക്കുന്നത് പുണർദത്തിൻ്റെ 1/4 ഭാഗവും പൂയവും ആയില്യവും ചേരുന്ന 2.25 നക്ഷത്രം സഞ്ചരിക്കുന്ന കർക്കിടക കൂറുകാർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും ഗുണം ചെയ്യും. ഈ 3 രാശിക്കാർക്കാണ് 4 രാശിക്കാർക്ക്, അതിൽ മകരം, വൃശ്ചികം, കർക്കിടകം ഈ 3 രാശിക്കാർക്ക് വ്യാഴൻ മറഞ്ഞു നിൽക്കുന്ന രാശികളായിരുന്നു. ഈ 3 രാശിക്കാർക്കും ഇനി അങ്ങോട്ടുള്ളതായ സമയങ്ങൾ പൊതുവിൽ നല്ല ഫലത്തെ സൂചിപ്പിക്കും. 12-ാം വ്യാഴം മാറി ജന്മരാശിയിലോട്ട് വരും. സാധാരണഗതിയിൽ ജന്മരാശിയിൽ നിൽക്കുന്ന വ്യാഴൻ വേണ്ടത്ര ഗുണം ചെയ്യില്ല എങ്കിലും കർക്കിടക കൂറുകാർക്ക് അത് ഗുണകരമാകുന്ന ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം വ്യാഴൻ ഉച്ചരാശിസ്ഥിതനായതുകൊണ്ട് ആ രാശിയിലുള്ളവർക്ക് നേട്ടങ്ങൾ, ധനപരമാകുന്ന ഗുണങ്ങളൊക്കെ ഉണ്ടാക്കും. കർക്കിടക കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുമ്പോൾ സ്ഥാനചലനങ്ങൾ, ഒരു സ്ഥലത്തും മനസ്സുറച്ച് നിൽക്കാൻ പറ്റാതെ വരിക, വീട്ടിൽ തന്നെയും സ്ഥിരതയില്ലായ്മ വരിക, സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണക്കങ്ങൾ വരിക, അപ്രതീക്ഷിതമായ അധിക ചെലവുകൾ വന്നു ചേരുക, മനസ്സിന് സുഖകരമല്ലാത്ത അനുഭവങ്ങൾ വന്നു ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിൽ നിന്ന് ഇനിയൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. ഈ നക്ഷത്രക്കാർക്കൊക്കെയാണ് വ്യാഴൻ്റെ ദുരിതങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലതായ ഫലങ്ങൾ വന്നു ചേരുന്നത്. മറ്റു നക്ഷത്രങ്ങളെ, മറ്റു രാശികളെ എടുത്തു നോക്കുമ്പോൾ ഇടവക്കൂറുകാർക്ക് വ്യാഴൻ 3-ലോട്ടാണ് മാറുന്നത്. 3-ലോട്ട് മാറുന്ന ഇടവക്കൂറുകാർക്ക്, ഇടവക്കൂറിലുള്ളത് കാർത്തിക 3/4-ഉം രോഹിണിയും മകയിരത്തിൻ്റെ പകുതിയും ചേരുന്ന ഇടവക്കൂറുകാർക്ക് അത്ര ഗുണകരമായ അനുഭവങ്ങളല്ല വ്യാഴനിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യാഴൻ ഗുണകരമല്ലാത്തത് കൊണ്ട് വിഷ്ണുപ്രീതികൾ വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ അവരവരുടെ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകൾ ചെയ്യുക, വഴിപാടുകൾ ചെയ്യുക. മിഥുനക്കൂറുകാർക്ക് ലഗ്നത്തിൽ നിന്നും 2-ാമത്തെ രാശിയിലോട്ട്, അതായത് അവരവരുടെ ജന്മരാശിയിൽ നിന്നും 2-ാമത്തെ രാശിയാകുന്ന കർക്കിടകൻ രാശിയിലോട്ട് മാറുന്നത് കൊണ്ട് വളരെയധികം ധനലാഭാദികൾ, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. കിട്ടാതെ കിടക്കുന്നതായ കാര്യങ്ങൾ, ധനപരമായിട്ടുള്ള വിഷയങ്ങൾ വന്നു കിട്ടാനും ധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കുന്ന മറ്റു മാനസിക വൈഷമ്യതകൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാനും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും മുടങ്ങിക്കിടക്കുന്നതായ ശുഭകാര്യങ്ങൾക്കൊക്കെ അനുകൂലമാകുന്ന ഫലങ്ങൾ കിട്ടാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല സമയമായിട്ട് മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകും. ചിങ്ങക്കൂറിൽപ്പെട്ടവർക്ക് 11-ൽ വ്യാഴം നിന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം. ധനപരമാകുന്ന നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതിൽ നിന്നും ഇപ്പോൾ വ്യത്യസ്തമാകുന്നൊരു ഫലമാണ് വ്യാഴൻ കർക്കിടകൻ രാശിയിലോട്ട് മാറുന്നതോടുകൂടി ചിങ്ങക്കൂറെന്ന് പറയുമ്പോഴത്തേക്കും മകം, പൂരം, ഉത്രത്തിൻ്റെ 1/4 ഭാഗം ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം 12-ാം വ്യാഴമാണ്. 12-ാം വ്യാഴം വരുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നത് സൂക്ഷിക്കണം. ധനപരമാകുന്ന എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കണം. വളരെ ചെറിയ കാര്യങ്ങൾ നിമിത്തമായിട്ട് അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ സ്ഥാനത്തുനിന്ന് സ്ഥാനചലനങ്ങൾ ഉണ്ടാകുകയോ തൊഴിലുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി വരുന്നതായ സമയത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് 12-ാം വ്യാഴം നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ചിങ്ങക്കൂറിലുള്ളവർ വേണ്ടും വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പല വിധത്തിലുള്ളതായ മനപ്രയാസങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാകാൻ ഇടവരുത്തിയേക്കാം. സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റും. കന്നിക്കൂറിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രത്തിൽ 3/4-ഉം അത്തവും ചിത്തിരയുടെ പകുതിയും ചേരുന്ന കന്നിക്കൂറുകാർക്ക് വ്യാഴൻ 11-ാമത്തെ രാശിയിലോട്ടാണ് വരുന്നത്. 11-ാം രാശിയിൽ വ്യാഴം വരുമ്പോൾ മുടങ്ങിക്കിടന്നതായ പല കാര്യങ്ങൾക്കും സാധ്യതകളുണ്ടാക്കും, നേട്ടങ്ങളുണ്ടാക്കും. പല വിധത്തിലുള്ളതായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഫലമാണ്. അതുപോലെ തന്നെ തുലാക്കൂർ, ചിത്തിരയുടെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ 3/4-ഉം ചേരുന്ന തുലാക്കൂറുകാർക്ക് വ്യാഴൻ 10-ാമത്തെ രാശിയിലോട്ടാണ് വരുന്നത്. 10-ൽ വരുന്ന വ്യാഴൻ തൊഴിൽപരമാകുന്ന സ്ഥാനക്കയറ്റങ്ങൾ, ധനപരമാകുന്ന ഗുണങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ടുള്ളതായ നേട്ടങ്ങൾ, ആരോഗ്യപരമാകുന്ന ഗുണങ്ങൾ എന്നിങ്ങനെയുള്ളതായ നല്ല ഫലങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സമയമാണ് ഈ തുലാക്കൂറുകാർക്ക്. അവരത് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും നേട്ടങ്ങളുണ്ടാകാം, നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. വൃശ്ചികക്കൂറുകാരുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ധനുക്കൂറിലുള്ളവർക്ക് ഇപ്പോൾ വ്യാഴൻ 7-ൽ സഞ്ചരിക്കുന്ന കാലമാണ്.
അത് അഷ്ടമരാശിയിലോട്ട് മാറും. അഷ്ടമരാശിയിലോട്ട് വ്യാഴം മാറുമ്പോൾ ധനപരമാകുന്ന വിഷയങ്ങളിൽ അമിതമാകുന്ന ചെലവും കാര്യങ്ങളും ഉണ്ടാകും. എങ്കിലും അവർക്ക് ഭവന നിർമ്മാണം, ഭവന പരിഷ്കാരം, സ്വകാര്യ ആവശ്യത്തിന് വാഹനങ്ങൾ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണമെങ്കിൽ ധനം വിനിയോഗിക്കാം. കാരണം ധനപരമാകുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക ആണ് ഈ കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത്. അത് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് ഈ പറഞ്ഞതുപോലുള്ളതായ വിഷയത്തിന് ഉപയോഗിച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ വരാതിരിക്കാം. പക്ഷേ മറ്റുള്ളവരെ സാമ്പത്തികം കൊടുത്ത് സഹായിക്കുക, ധനം മുടക്കി ബിസിനസ് കാര്യങ്ങളിൽ ഏർപ്പെടുക, ധനവുമായി ബന്ധപ്പെടുന്ന മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ചെയ്താൽ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ധനുക്കൂറുകാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം അടങ്ങുന്ന 2.25 നക്ഷത്രത്തിന്. തിരുവോണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിട്ടത്തിൻ്റെ പകുതിയും ചതയവും പൂരിട്ടാതിയും കൂടെ ചേരുന്ന, പൂരിട്ടാതിയുടെ 3/4 ഭാഗം ചേരുന്ന കുംഭക്കൂറുകാർക്ക് ഈ വർഷം വ്യാഴൻ്റെ രാശിമാറ്റം അത്ര ഗുണകരമല്ല. കുംഭക്കൂറുകാർക്ക് 6-ലോട്ട് വ്യാഴം മാറും. 6-ൽ വ്യാഴം വരുമ്പോൾ സ്വജനങ്ങൾ, സമീപവാസികൾ, സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ എന്നിവരൊക്കെ ശത്രുക്കളായി മാറാനും അതുവഴി ഉണ്ടാക്കുന്ന മാനസിക വിഷമതകൾ നേരിടേണ്ടി വരികയും അപ്രതീക്ഷിതമായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അപകട കാരണങ്ങൾ ഇടവരുത്തുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളെയാണ് 6-ാം വ്യാഴം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 6-ാം വ്യാഴം, 8-ാം വ്യാഴം, 12-ാം വ്യാഴം ഒക്കെ വരുന്ന രാശിയിലുള്ള നക്ഷത്രക്കാർ പൊതുവിൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും ഈശ്വരഭജനം മുടങ്ങാതെ ചെയ്യുകയും എല്ലാ കാര്യത്തിലും വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി കാര്യങ്ങൾ കൈകാര്യമൊക്കെ ചെയ്താൽ വരും സമയങ്ങളിൽ അങ്ങനെയുള്ളതായ ദോഷങ്ങളും അനർത്ഥങ്ങളും നിന്നും മോചനം ഉണ്ടാകാൻ അവർക്ക് പറ്റും. പിന്നുള്ളത് മീനക്കൂറാണ്. മീനക്കൂറിന് രാശിവശാൽ 5-ാമത്തെ രാശിയിലോട്ട് വ്യാഴൻ മാറുന്ന സമയമാണ്. ഈ 5-ലോട്ട് മാറുന്ന വ്യാഴൻ ശുഭകാര്യങ്ങൾക്ക്, രോഗങ്ങളിൽ നിന്ന് മോചനം, ആരോഗ്യപരമാകുന്ന ഗുണങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ളതായ ഗുണങ്ങൾ, സന്താന ഭാഗ്യാദികൾ, അങ്ങനെ തുടങ്ങി ചികിത്സാ കാര്യങ്ങൾക്കും പ്രാർത്ഥനാ കാര്യങ്ങൾക്കൊക്കെ നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ളതായ സാധ്യത വ്യാഴൻ്റെ ശുഭസാന്നിധ്യം കൊണ്ടുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും ഗുണദോഷങ്ങൾ ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് കൂടുതൽ ഗുണങ്ങൾ തരുന്ന, ഏതൊരു മോശം സ്ഥാനത്ത് നിന്നാൽ പോലും നല്ല ഫലങ്ങൾ തരുന്ന ഒരു ഗ്രഹമായിട്ടാണ് വ്യാഴനെ കൊണ്ട് പറയുന്നത്. ആ വ്യാഴൻ്റെ ശുഭസാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ വ്യാഴൻ്റെതായ നന്മകൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, വിഷ്ണുവിന് വഴിപാടുകൾ നടത്തി പ്രാർത്ഥനകൾ ചെയ്യുകയൊക്കെ ചെയ്താൽ ദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകും. എല്ലാവർക്കും നല്ല ഫലങ്ങൾ വന്നു ചേരും. എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക, പ്രാർത്ഥിക്കുക. ഇതുകൂടാതെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുമ്പോൾ, ഇത് ഇപ്പോൾ പറഞ്ഞത് ചന്ദ്രനെ ആശ്രയിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ ഫലം നമുക്കുണ്ടാക്കുന്ന ഫലമാണ്. ഇത് 100% ഫലമല്ല. ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ചിട്ടും സാഹചര്യത്തിനനുസരിച്ചിട്ടും ഈ പറഞ്ഞതായ ഫലങ്ങൾക്കും രാശി ഫലങ്ങൾക്കും വ്യത്യസ്തമാകുന്ന അനുഭവങ്ങൾ വരാം. ഓരോരുത്തരുടെ ജനന സമയം അനുസരിച്ചിട്ട് ലഗ്നം അനുകൂലമാകുന്ന രാശിയിലാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ പ്രതികൂലമാണെങ്കിലും ഭയങ്കരമായ ദോഷങ്ങൾ അവർക്ക് വരുത്തില്ല. കൂടാതെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചിട്ട് അവരുടെ ദശാകാലങ്ങൾ, ശനി ദശാകാലം, ബുധ ദശാകാലം, കേതു ദശാകാലം, വ്യാഴ ദശാകാലം, അങ്ങനെ ഓരോ ദശാകാലങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഴൻ ഏത് രീതിയിൽ ഉണ്ടാകുന്നു, ഏത് രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നു, അവരുടെ ജാതകത്തിലെ വ്യാഴൻ്റെ സാന്നിധ്യം എങ്ങനെയാണ്, സ്ഥാനം എങ്ങനെയാണ് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ട് ഗുണങ്ങളായിട്ടോ ദോഷങ്ങളായിട്ടോ വരാം. അത് എപ്രകാരമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവരവരുടെ ജാതകം ഈ സന്ദർഭത്തിൽ പരിശോധിക്കണം. ജാതകം പരിശോധിച്ച് കഴിയുമ്പോൾ അത് ഓരോ വ്യക്തികൾക്കും ഏത് രീതിയിലാണ് ഈ വ്യാഴൻ്റെ മാറ്റം പൂർണ്ണമായിട്ട് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് ഗുണമോ ദോഷമോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട വിധത്തിലുള്ള പ്രാർത്ഥനകളോ പൂജകളോ പരിഹാരങ്ങളോ ഒക്കെ ചെയ്യുകയും അവരവരുടേതായ രീതിക്കനുസരിച്ചുള്ള ശ്രദ്ധയും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ അവർക്ക് നല്ല ഫലങ്ങളുണ്ടാകാം. ജ്യോതിഷപരമായി കിട്ടുന്ന സൂചനകളാണ്. ഈ സൂചനകൾക്കനുസരിച്ചിട്ട് അത് നമുക്ക് തരുന്ന നമ്മളൊരു ജീവിതയാത്ര പോലെയാണെന്ന് പറയുക. ആ യാത്രയിൽ നമുക്ക് മുന്നിൽ കിട്ടുന്ന സിഗ്നലുകൾ പോലെ എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഗ്രഹങ്ങളുടെ മാറ്റത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്ന അറിവുകൾ. അതിനനുസരിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഏതൊരു ദോഷഫലത്തിനെയും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും. ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ പറ്റും. നമുക്കുണ്ടാകുന്ന നല്ല സമയങ്ങൾ, നല്ല ഫലങ്ങൾ മറ്റൊരു വിധത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ നമുക്കത് പ്രയോജനകരമാകാനും ഉപകരിക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധാപൂർവ്വം വേണ്ട വിധത്തിൽ ഈശ്വര പ്രാർത്ഥനയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വ്യാഴൻ്റെ മാറ്റം ഗുണകരമാകുന്ന നല്ല ഫലമായി തന്നെ കിട്ടും. അങ്ങനെ കിട്ടട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകും. നമസ്തേ.